സ്റ്റോറി പാർവതി മഹാദേവൻ. പ്രസന്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. സിന്ദൂരഭാഗ്യം. മോനെ, ഈ കഞ്ഞി കുടിക്കുക. ഒരു സ്പൂൺ കഞ്ഞി ഹരിയുടെ വായിലേക്ക് വച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെ ഹരി അവരുടെ കയ്യിൽ നിന്നും കഞ്ഞി കുടിച്ചു. ഈ ജന്മം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എനിക്ക് മടുത്തു ഈ ജീവിതം. ഹരി പറയുന്ന കേട്ട് രേവതി അവനെ വിഷമത്തോടെ നോക്കി. മോനെ, അങ്ങനെയൊന്നും പറയല്ലേടാ. നിന്നെ ജീവനോടെ ഇങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് തന്നെ ദൈവാനുഗ്രഹം കൊണ്ടാണെന്നാ ഡോക്ടർ പറഞ്ഞു. രേവതി പറയുന്നത് കേട്ട് ഹരിക്ക് അവനോട് തന്നെ പുച്ഛം തോന്നി. ഇത് ദൈവാനുഗ്രഹമല്ല, ശാപ. എന്നെ നരയിപ്പിക്കാൻ വേണ്ടിയാ ഇങ്ങനെ ദൈവം കിടത്തിയിരിക്കുന്നത്. പുറം ലോകം പോലും കാണാനാവാതെ ഈ മുറിക്കുള്ളിൽ തീരാനാ എൻ്റെ വിധി. ഹരിയുടെ വാക്കുകൾ കേട്ട് രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഓടി മതിയായോ നിനക്ക്? അരമതിലിൽ ചാടിയിരുന്ന് കിടക്കുന്ന ലക്ഷ്മിക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് ദേവൻ ചോദിച്ചു. ലക്ഷ്മി ദേവനെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഇരുണ്ടു മൂടിയ മേഘക്കൂട്ടങ്ങൾ തമ്മിൽ ഉരസിയുണ്ടായ ഇടിനാദം കേട്ടു. ലക്ഷ്മി ഞെട്ടലോടെ ദേവനെ ചുറ്റിപ്പിടിച്ചു. ചെറുചിരിയാലെ ദേവനും അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ദേവേട്ടാ, ലക്ഷ്മി വിളിക്കുന്നത് കേട്ട് ദേവനൊന്ന് മൂളി. അതെ, നമുക്ക് വീട്ടിലേക്ക് പോയാലോ? ലക്ഷ്മി ചോദിക്കുന്ന കേട്ട് ദേവൻ വേണ്ട എന്ന് തലകുലുക്കി കാണിച്ചു. ദേവേട്ടാ, ഇപ്പം മഴ പെയ്യും. ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവൻ അവളുടെ കരിമിഷി കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അതിനെന്താ, മഴ പെയ്യട്ടെ. ദേവൻ നിസ്സാരമായി പറയുന്നത് കേട്ട് ലക്ഷ്മി അവന് സംശയത്തോടെ നോക്കി. മണ്ണിനെ പുൽകാനായി വിണ്ണിൽ നിന്നും ജലഗണങ്ങൾ ഇറ്റിറ്റ് വീണു തുടങ്ങി. ലക്ഷ്മിയുടെ നെറ്റിയിലെ സിന്ദൂര ചുവപ്പിലേക്ക് വന്ന് പതിച്ച ജലഗണത്തെ ദേവൻ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു. അവളുടെ മുഖത്ത് ചിന്നിച്ചിതറി വീഴുന്ന ഓരോ മഴനീർമുത്തുകളും അവൻ്റെ കണ്ണുകൾ ഒപ്പിയെടുത്തു. തന്നെ നോക്കിച്ചിരിക്കുന്ന കുഞ്ഞിക്കണ്ണുകളെ കണ്ട് ലക്ഷ്മിയുടെ മുഖം നാണത്താൽ ചുവന്നു. അവളുടെ ഉണ്ടക്കവളുകളിൽ ചുവപ്പുരാശി ഇരച്ചു കയറി. ഒരു ചെറിയ ചാറ്റൽ മഴയിൽ പോലും തുള്ളിക്കളിക്കുന്നവൾ ഇന്ന് മഴ പെയ്തു തുടങ്ങിയിട്ടും തൻ്റെ പ്രണയത്തിൻ്റെ നക്ഷത്രക്കണ്ണുകളിൽ അകപ്പെട്ട് അവനോട് ചേർന്ന് നിന്നു. ചെന്താമരപ്പൂവിൽ നീർത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന പോലെ തൻ്റെ മുൻപിൽ ചുവന്നു തൊടുത്ത മുഖവുമായി നിൽക്കുന്ന തൻ്റെ പ്രണയത്തെ കണ്ട് ദേവന്റെ മനസ്സിൽ അവളോടുള്ള പ്രണയം കരകവിഞ്ഞൊഴുകാൻ വെമ്പി. തൻ്റെ പ്രണയവും വാത്സല്യവും കരുതലും എല്ലാം ചേർത്ത് ദേവൻ തൻ്റെ പാതിയുടെ സീമന്തരേഖയിൽ അമർത്തി ചുംബിച്ചു. അവൻ്റെ ചുണ്ടുകൾ കുറച്ചു നിമിഷം അവളുടെ നെറ്റിത്തടത്തിൽ വിശ്രമിച്ചു. അതിനുശേഷം അവൻ്റെ അധരങ്ങൾ അവളുടെ കരിമഷി പടർന്ന കണ്ണുകളെയും തൊടുത്ത കവിളുകളെയും ചുംബിച്ചു. ലക്ഷ്മി അവളുടെ മുഖം ദേവന്റെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവനെ ഇറുക്ക പുണർന്നു. തണുത്ത നീർത്തുള്ളികൾ തന്നിലേക്ക് വന്ന് പതിച്ചതുപോലും അവരിരുവരും അറിഞ്ഞില്ല. പ്രണയം നിറഞ്ഞു നിൽക്കുന്ന അവരുടെ ഇരു ഹൃദയങ്ങൾ ഒന്നായി ചേർന്നുകൊണ്ട് പരസ്പരം അവരുടെ മനസ്സിനെ പങ്കുവയ്ക്കുകയായിരുന്നു ആ നിമിഷം. മഴ പെയ്ത നേരം, മലർപ്പൂത്ത നേരം, മധുവായി നിറഞ്ഞൊരു സ്നേഹസംഗീതം. ഉള്ളിൽ കൊണ്ടു നടന്ന പ്രണയം മുഴുവൻ തൻ്റെ പ്രണയിനിയിലേക്ക് ചൊരിയാനുള്ള ആഹ്ലാദത്തോടെയായിരുന്നു ദേവനെങ്കിൽ തനിക്ക് ഇത്രയും നാൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയ യഥാർത്ഥ പ്രണയത്തിൻ്റെ മധുരം നുണഞ്ഞ് ആസ്വദിക്കുകയായിരുന്നു ലക്ഷ്മി. ഓരോ രാവും പകലും ലക്ഷ്മിയുടെയും ദേവന്റെ പ്രണയം അവർ പോലും അറിയാതെ നിറഞ്ഞു തുളുമ്പി. ധനുമാസ പ്രഭാതം കുളിരണിഞ്ഞു നിന്നു. സൂര്യരശ്മിതൻ പൊൻകിരണങ്ങൾ മഞ്ഞുകണങ്ങളിൽ തിളക്കം സൃഷ്ടിച്ചു. ഈറനായ മുടിത്തുമ്പ് നന്നായി തോർത്തി വിടർത്തിയിട്ടുകൊണ്ട് ലക്ഷ്മി കണ്ണാടിയുടെ മുൻപിലേക്ക് തിരിഞ്ഞു നിന്നു. മേശപ്പുറത്തിരിക്കുന്ന സിന്ദൂരച്ചെപ്പ് കയ്യിലെടുക്കുന്നതിന് മുമ്പേ രണ്ട് കരങ്ങൾ തന്നെ ചുറ്റിപ്പിടിച്ചത് അവൾ അറിഞ്ഞു. അവൾ ചെറുചിരിയോടെ തൻ്റെ കണ്ണുകൾ പിന്നിലേക്ക് പായിച്ചു. തന്നോട് ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി വെച്ച് കണ്ണടച്ച് നിൽക്കുന്ന ദേവനെ കണ്ട് ലക്ഷ്മി അവനെ വിടർന്ന കണ്ണുകളോടെ നോക്കി. രാവിലെ തന്നെ പതിദേവിൻ്റെ ഉദ്ദേശം എന്താ? ലക്ഷ്മി ചോദിക്കുന്നത് കേട്ട് ദേവൻ അവളെ നോക്കിക്കൊണ്ട് മേശപ്പുറത്തിരിക്കുന്ന സിന്ദൂരച്ചെപ്പെടുത്തു. അവളെ തനിക്ക് നേരെ പിടിച്ചു നിർത്തിയിട്ട് ദേവൻ തൻ്റെ തൊടുവിരലാൽ ലക്ഷ്മിയുടെ സീമന്തരേഖയെ ചുവപ്പിച്ചു. ഒപ്പം അവൻ തൻ്റെ ചുണ്ടുകളും അവിടെ ചേർത്തു. ഞാനേ എൻ്റെ അവകാശം സ്ഥാപിക്കാൻ വന്നതാ. ദേവൻ ചിരിയോടെ പറയുന്നത് കേട്ട് ലക്ഷ്മിയുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു. ആഹാ, എന്നിട്ട് അവകാശമൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞോ? പിന്നെ, ലക്ഷ്മി ചിരിയോടെ ചോദിച്ചു. പിന്നെ അതൊക്കെ എപ്പോഴേ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി അവകാശം ഈ തിരുവാതിര വ്രതം കഴിഞ്ഞിട്ട് ഞാൻ സ്ഥാപിച്ചോളാം. ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി അവനെ കൂർപ്പിച്ചു നോക്കി. വെറുതെ ഓരോ വേണ്ടാതിനും പറഞ്ഞ് സമയം കളയാതെ വേഗം ഒരുങ്ങി വരാൻ നോക്ക് ദേവേട്ടാ. ക്ഷേത്രത്തിൽ പോകാനുള്ളതാ.
ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവൻ അവളിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് തോർത്തു എടുത്ത് കുളപ്പടവിലേക്ക് പോയി. സെറ്റിന്റെ ധാവണി കൊടുത്ത് നിതംബം വരെ വിടർന്നു കിടക്കുന്ന മുടിയിഴകൾ ലക്ഷ്മി കോതിയിട്ടു. ഇരുവശത്തു നിന്നും കുറച്ചു മുടിയെടുത്ത് കുളിപ്പിന്നിൽ കെട്ടിയിട്ട് മുല്ലപ്പൂവും വച്ചു. കാതിൽ വിടർന്ന ജിമിക്കി കമ്മലും ഇരു കൈകളിലും കരിവളയും ഇട്ട് കണ്ണുകൾ കടുപ്പിച്ചെഴുതി നെറ്റിയിൽ കുങ്കുമം ചാലിച്ചു പൊട്ടും കുത്തി തന്റെ നെഞ്ചോരം ചേർന്ന് കിടക്കുന്ന ദേവൻ സമ്മാനിച്ച മാലയും ഒപ്പം തന്റെ പ്രിയപ്പെട്ടവന്റെ പേര് കൊത്തിയ താലിമാലയും അവൾ നേരെ പിടിച്ചിട്ടു. ഒന്നുകൂടി വസ്ത്രം നേരെ പിടിച്ചുകൊണ്ട് ലക്ഷ്മി മുറിയുടെ വെടിയിലേക്ക് നടന്നു. മോളെ, ഈ വ്രതം ഒരിക്കലായിട്ട് എടുത്താൽ മതി, അല്ലാതെ ഉപവാസം ഒന്നും എടുക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഈ വ്രതം ഉപവാസമായിട്ട് എടുത്തോളാം അപ്പച്ചി. അത് വേണോ ലച്ചു? ഒരിക്കലായിട്ട് എടുത്താൽ പോരെ? ദേവൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അവനെ കണ്ണുരുട്ടി കാണിച്ചു. ഞാനിത് നേരത്തെ നേർന്നതാ ദേവേട്ടാ. എനിക്ക് തിങ്കളാഴ്ച വ്രതവും തിരുവാതിര വ്രതവും ഒന്നിച്ചെടുക്കാനുള്ളതായിരുന്നു. ലക്ഷ്മി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഞാനിനി ഒന്നും പറയുന്നില്ല, പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ. നീ വിചാരിച്ച പോലെയല്ലേ നീ ചെയ്യൂ. ദേവൻ ലക്ഷ്മിയെ നോക്കി പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ താക്കോലും എടുത്ത് വെളിയിലേക്ക് നടന്നു. ലക്ഷ്മി നളിനിയോട് യാത്ര പറഞ്ഞ് വെളിയിലേക്ക് നടന്നു. ശിവപാർവതി ശ്ലോകങ്ങൾ ഉരുവിട്ടുകൊണ്ട് ക്ഷേത്രാങ്കണത്തിൽ തന്നെ ലക്ഷ്മി വൈകുന്നേരം വരെയും പ്രാർത്ഥനയോടെ തന്നെ ഇരുന്നു. അവളുടെ കൂടെ തന്നെ ദേവനും ഉണ്ടായിരുന്നു. സന്ധ്യാസമയത്തെ തിരുവാതിര പ്രമാണിച്ചുള്ള വിശിഷ്ട പൂജയും അഭിഷേകവും എല്ലാം തികഞ്ഞ ഭക്തിയോടെ തന്നെ ലക്ഷ്മിയും ദേവനും പങ്കെടുത്തു. സുമംഗലിയായ സ്ത്രീകൾ തന്റെ നെടുമാംഗല്യത്തിനു വേണ്ടിയും കന്യകമാർ നല്ല വരനെ ലഭിക്കാനും വേണ്ടിയാണ് ഈ വ്രതം എടുക്കുന്നത്. തികഞ്ഞ ഭക്തിയോടെ മഹാദേവനെ പ്രാർത്ഥിച്ച ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ തന്റെ ഭക്തരുടെ ആഗ്രഹം സഫലമാക്കും. തിരുവാതിര വ്രതം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി വ്രതമെടുത്ത് സുമംഗലിയായ സ്ത്രീകൾ ക്ഷേത്രമുറ്റത്ത് തിരുവാതിര കളിക്കാനായിട്ട് ഒത്തുകൂടി. അഷ്ടമംഗല്യത്തട്ടും നിലവിളക്കും നടുക്ക് വച്ചിട്ട് അതിന്റെ ചുറ്റിനുമായി സ്ത്രീകൾ വട്ടത്തിൽ നിന്നു. അവരുടെ കൂടെ ലക്ഷ്മിയും ഉണ്ടായിരുന്നു. ഗണപതി സ്തുതി കഴിഞ്ഞതും അവരെല്ലാം ചേർന്ന് ലാസ്യഭാവത്തിൽ തിരുവാതിര കളിച്ചു തുടങ്ങി. ക്ഷേത്രനടയുടെ വെളിയിൽ നിൽക്കുകയാണെങ്കിലും ദേവന്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അവന്റെ പ്രണയിനിയിൽ പതിഞ്ഞു. അവളുടെ മുഖത്തെ ഓരോ ഭാവങ്ങളും നൃത്തച്ചുവടുകളും ഒപ്പിയെടുക്കാനുള്ള ഉത്സാഹത്തിലായിരുന്നു ദേവന്റെ കണ്ണുകൾ. അതേസമയം ലക്ഷ്മിയുടെ കണ്ണുകളും ഇടയ്ക്ക് തന്റെ പാവിയെ തെരഞ്ഞു. രാത്രി 8 മണിയോടെയാണ് ലക്ഷ്മിയും ദേവനും വീട്ടിലേക്ക് എത്തിയത്. മുറിയിലേക്ക് കയറിയതും ലക്ഷ്മിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. കൈകൾ രണ്ടും തലയിൽ അമർത്തി പിടിച്ചുകൊണ്ട് ലക്ഷ്മി ബെഡിലേക്ക് ഇരുന്നു. മുറിയിലേക്ക് വന്ന ദേവൻ കാണുന്നത് തലയിൽ കൈയും താങ്ങിപ്പിടിച്ച് കണ്ണടച്ചിരിക്കുന്നവളെയാണ്. എന്താടാ, എന്താ പറ്റിയത്? ദേവൻ ലക്ഷ്മിയുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ആദിയോട് ചോദിച്ചു. തല ഉയർത്തി നോക്കാൻ പോലും വയ്യെങ്കിലും ദേവന്റെ വേവലാതിയോടെയുള്ള ശബ്ദം കേട്ട് ലക്ഷ്മി അവനെ നോക്കി. എനിക്ക് നല്ല ക്ഷീണമുണ്ട് ദേവേട്ടാ, കണ്ണിലൊക്കെ അങ്ങ് ഇരുട്ട് കയറുന്ന പോലെ തോന്നുക. ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവൻ അവളെ ബെഡിലേക്ക് പിടിച്ചു കിടത്തി. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ലച്ചു ഉപവാസം എടുക്കണ്ടെന്ന്, അതല്ലേ ഇപ്പൊ വയ്യാതായത്? ദേവൻ വിഷമത്തോടെ പറയുന്നത് കേട്ട് ലക്ഷ്മി അവനെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. എന്റെ ദേവേട്ട, അതിന് മാത്രം കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും ക്ഷീണമൊക്കെ മാറും. ഞാൻ പോയി വെള്ളം എടുത്തുകൊണ്ട് വരാം, അത് കുടിച്ചിട്ട് ഉറങ്ങിയാൽ മതി. ദേവൻ പറഞ്ഞിട്ട് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാനായി. അപ്പോഴേക്കും അവന്റെ കയ്യിൽ ലക്ഷ്മിയുടെ പിടി വീണിരുന്നു. ദേവേട്ടാ, ഞാനിനി നാളെ ജലപാനം ചെയ്യൂ. ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവൻ അവളെ കൂർപ്പിച്ചു നോക്കി. നിനക്ക് വയ്യെങ്കിലും പറഞ്ഞാൽ അനുസരിക്കരുത് കേട്ടോ. നീ ഇത്തിരി വെള്ളം കുടിച്ചു എന്ന് വെച്ച് എൻ്റെ ആയുസൊന്നും കുറയില്ല. ദേവേട്ടാ, ആവശ്യമില്ലാത്ത ഓരോ കാര്യവും പറയല്ലേ. ഓരോ വ്രതത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. തിങ്കളാഴ്ച വ്രതത്തിൻ്റെ മേന്മ ഏറ്റവും കൂടുതൽ അനുഭവമുള്ളവളാണ് ഞാൻ. ശിവപുരാണത്തിൽ നിന്നുമാണ് ഞാൻ തിങ്കളാഴ്ച വ്രതത്തെക്കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ 20 വയസ്സ് മുതൽ തിങ്കളാഴ്ച വ്രതം എടുക്കാൻ തുടങ്ങിയതാണ് ഞാൻ. ആദ്യമൊക്കെ ഭഗവാനോടുള്ള ആരാധന കൊണ്ട് വ്രതം എടുക്കാൻ തുടങ്ങിയതെങ്കിൽ പിന്നീട് എനിക്ക് അനുയോജ്യനായ എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരു പാതിയെ എനിക്ക് ലഭിക്കാൻ വേണ്ടിയായിരുന്നു അത് ചെയ്തത്. എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്, അന്ന് ഞാൻ ചെയ്ത ആ തിങ്കളാഴ്ച വ്രതത്തിൻ്റെ ഫലവാ ഞാൻ പോലും വിചാരിക്കാതെ എന്നിലേക്ക് കടന്നു വന്ന എൻ്റെ പാതിയായ ഈ ദേവേട്ടൻ. ലക്ഷ്മി ദേവന്റെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ട് ദേവന്റെ കുഞ്ഞിക്കണ്ണുകൾ സന്തോഷത്തോടെ ചിരിച്ചു. ദേവൻ അവളുടെ കയ്യിലെ കരിവളയും തലയിൽ ചൂടിയ മുല്ലപ്പൂ അഴിച്ചു മാറ്റി അവളെ പിടിച്ചു നേരെ കിടത്തി പുതപ്പെടുത്ത് പുതപ്പിച്ചു. ഇനി നീ ഉറങ്ങിക്കോ, നാളെ താമസിച്ച് എഴുന്നേറ്റാൽ മതി. ദേവൻ ലക്ഷ്മിയുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ദേവേട്ടനും കിടക്ക്, എനിക്കിതേ ഇവിടെ കിടക്കണം. ലക്ഷ്മി കൊച്ചു കുട്ടിയെ പോലെ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു അവന്റെ നെഞ്ചിൽ തൊട്ട് കാണിച്ചു. ദേവൻ അവളെ നോക്കി ചിരിച്ചിട്ട് ബെഡിലേക്ക് കിടന്നു.
ഒപ്പം അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ്റെ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കിടന്നുകൊണ്ട് അവൾ നിദ്രയിലേക്ക് വഴുതി വീണു. എന്തായാലും ഇപ്പോഴാണ് സമാധാനമായത്. ഇനി എനിക്ക് എൻ്റെ വിവിയുടെ സ്വന്തമാവണം. ഹരിത തനിക്ക് ഡിവോഴ്സ് കിട്ടിയ സന്തോഷത്തിൽ കോടതിയിൽ നിന്നും ഇറങ്ങി വിവേകിൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. മനസ്സ് മുഴുവൻ താൻ സ്വപ്നം കണ്ട ജീവിതം തന്നിലേക്ക് തിരിച്ചു കിട്ടുന്ന സന്തോഷത്തിലായിരുന്നു ഹരിത. ഈ വാതിലും തുറന്നിട്ട് ഇവൻ എവിടെ പോയേക്കുവാ? ഹരിത വീടിനകത്തേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്ത് മുറിയിലേക്ക് നടന്നു. മുറിയുടെ വാതിൽ തുറന്നതും തൻ്റെ മുൻപിൽ കണ്ട കാഴ്ചയിൽ ഹരിത തറഞ്ഞു നിന്നു. താൻ പ്രാണനെ പോലെ കണ്ടവന്റെ നെഞ്ചിൽ തളർന്നു കിടക്കുന്ന അർത്ഥനഗ്നിയായ ഒരു പെൺകുട്ടി. ഹരിതയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ കാഴ്ച ഇനിയും കണ്ടു നിൽക്കാൻ കഴിയാതെ അവൾ ആ മുറിയുടെ വാതിലടച്ചിട്ട് ഹാളിലേക്ക് നടന്നു. ശരീരം യാന്ത്രികമായി ചലിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് മുഴുവൻ താൻ കുറച്ചു മുമ്പ് കണ്ട കാഴ്ചയിൽ തളം കെട്ടി നിന്നു. താൻ എന്തുമാത്രം സ്നേഹിച്ചതാ വിവിയെ, എന്നിട്ടും അവൻ തന്നെ ഇങ്ങനെ വഞ്ചിച്ചല്ലോ. സ്വന്തം വീട്ടുകാരെ പോലും ഉപേക്ഷിച്ചല്ലേ താൻ അവൻ്റെ കൂടെ വന്നത്. എന്നിട്ടും അവൻ തന്നെ ഇങ്ങനെ. ഹരിതയുടെ മനസ്സ് അലമുറയിട്ടു. എല്ലാം കൈവിട്ട് പോയപ്പോഴാരുണേ ഞാനൊക്കെ തിരിച്ചറിയുന്നു. ഹരി നിറകണ്ണുകളോടെ പറഞ്ഞു. വൈകി വന്ന് തിരിച്ചറിവുകൊണ്ട് ഒരു കാര്യമില്ല ഹരി. നീ തന്നെയാണ് നിന്റെ ജീവിതം ഇത്രയൊക്കെ കൊണ്ടെത്തിച്ചത്. നീ സ്നേഹിച്ച പെണ്ണിനെ വഞ്ചിച്ചു മറ്റൊരുത്തിയെ കല്യാണം കഴിച്ചു. എന്നാൽ ഹരിത അവളുടെ പ്രണയത്തിനെ സ്വന്തമാക്കാൻ ഈ ഭർത്താവിനെ വഞ്ചിച്ചു. ഇവിടെ എല്ലാ സ്വാർത്ഥത മാത്രമാണ് ഹരി ഉണ്ടായത്. നിന്റെ സ്വാർത്ഥതയും വാശിയും കൊണ്ടാ നിനക്ക് നിന്റെ ജീവിതം നഷ്ടപ്പെട്ടത്. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല ഞാനിതൊന്നും പറയുന്നത്. പക്ഷെ നിന്നെ അറിയുന്ന നിന്റെ സുഹൃത്തെന്ന നിലയിൽ എനിക്കിതൊന്നും പറയാതിരിക്കാനാവില്ല ഹരി. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത്. നീ എന്നെ കുറ്റപ്പെടുത്തിയാലും എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നേ. ഇപ്പോൾ എനിക്കും അറിയാം ഞാനാ എല്ലാത്തിനും കാരണക്കാരനെന്ന്. എല്ലാം സ്വന്തം വരുതിക്ക് കൊണ്ടുവരാവുന്ന അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. എനിക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന നീ ഉൾപ്പെടെയുള്ള എല്ലാവരോടും എനിക്ക് പുച്ഛവും ദേഷ്യവും മാത്രം കാണിച്ചുകൊണ്ട് ഞാൻ അവഗണിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ സ്വന്തം ജീവിതം ഊർന്നു പോകുകയാണെന്ന് മനസ്സിലാക്കാൻ അന്ന് എനിക്ക് കഴിഞ്ഞില്ല. ഇന്ന് ഞാനൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കാൻ എനിക്ക് ഈ ഒരവസ്ഥ വരേണ്ടി വന്നു. സ്വന്തമായിട്ടൊന്ന് എഴുന്നേൽക്കാൻ പോലും ആവാതെ തളർന്നു കിടക്കേണ്ടി വന്നു. ഹരി വേദനയോടെ പറഞ്ഞു. തുടരും.